കീഴെ പോയ സമയത്തിൽ ഒരു ബൈക്ക് കിട്ടിയ പിന്നെ ആ സ്ഥലത്തിലെ ഫുള്ള് മരമുണ്ട്. ഇത് ആക്കേഷ്യ മരമുണ്ട്. ഞാൻ കണ്ടത് 6-7 മേലെ എടുത്ത്. അപ്പോൾ SP വന്ന് ചൊല്ലി, ഈശ്വരന് നിങ്ങൾ ഇവിടെ ഹീറോയിസം പണ്ണു, നിങ്ങൾ വേണ്ട പോയിക്കോ എന്നത് ആ സമയത്തിൽ. ഞാൻ പറഞ്ഞ ഹീറോയിസം നമ്മളെ നാട്ടിലെ ആൾക്കാരെല്ലാം എനിക്ക് ഹീറോ ആയിരുന്നു. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾ. നമ്മൾ എന്നെ ഉണ്ട്, നമുക്ക് പൈസ എന്തിന്? പൈസ ഇല്ലാത്ത ആൾ. നിങ്ങൾ ഡ്രഡ്ജർ കണ്ട പൈസ കൊടുത്താൽ ഞാൻ കോൺട്രാക്ട് എടുത്തില്ല. ഞാൻ ഫ്രീ ആയിട്ട് വന്ന് ഫ്രീ ആയിട്ട് പോകുന്ന ആൾക്കാർ. എനിക്ക് എന്തിനാ സൺഡേ പോടും? നിങ്ങൾ വേണ്ട, നീ നിൽക്കേണ്ട, ഇവിടുന്ന് പോയിക്കോന്ന് ചൊല്ലി അത്ര പറഞ്ഞ് പിന്നെ ഞങ്ങൾ നിൽക്കുവാണ്. ഭാരത് ബെൻസ് പുതിയ വണ്ടിയാണ്. അക്യുറേറ്റ് ആയിരിക്കും അതിൻ്റെ GPS പ്രകാരം ഉള്ളത് കാണിച്ചു കൊടുക്കാൻ. ഫുൾ കവേർഡ് വണ്ടിയാണ്. AC ഇട്ടിട്ടാണ് ലാസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത്. അപ്പം വണ്ടി ഫുൾ കവർ ആയതുകൊണ്ട് ചെറിയ മണ്ണോ കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ മുകളിലെങ്കിലും ഒന്നും ആവില്ല. ഉള്ളിൽ ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊന്ന് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറെ കഴിച്ചിലാക്കി എടുക്കാൻ പറ്റും. ഒരു ഏരിയയിലുള്ള മല മൊത്തം അങ്ങോട്ട് പോന്നിട്ട് ഹൈവേ ആണ് പിന്നെ ഉള്ളത്. ഹൈവേ കഴിഞ്ഞാൽ കുറച്ച് ചായപ്പീടിയ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പുഴയാണ്. ഇത് മൊത്തം വാഷ് ഔട്ട് ചെയ്തിട്ട് പോയിക്കുന്നു. ഇപ്പോൾ പ്രതീക്ഷ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അർജുൻ്റെ വൈഫ് വിളിച്ചു നോക്കുമ്പോൾ റിങ് ചെയ്ത് സ്വിച്ച് ഓഫ് ആയ മൊബൈൽ റിങ് ചെയ്തതോടുകൂടി. അവസാനം എപ്പോഴായിരുന്നു വിളിച്ചത് ഇദ്ദേഹത്തെ? അവസാനം 15-ാം തീയതി രാത്രിയാണ് വിളിച്ചത്. പിന്നെ വിളിച്ചിട്ട് രാവിലെ വിളിച്ചപ്പോൾ ഫോണൊന്ന് റിങ് ചെയ്തിരുന്നു. പിന്നെ ഒരു 9 മണിക്ക് ശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് കാണുന്നത്. പിന്നെ കിട്ടിയിട്ടില്ല. 11 മണിയാകുമ്പോൾ ഒന്ന് റിങ് ചെയ്തു. പക്ഷെ പിന്നെ വിളിച്ചു നോക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. ഞാൻ ഇതിലൊരു പാഠം പഠിച്ചത്, ആവശ്യമില്ലാത്ത ആൾക്ക് ഉപകാരം ചെയ്യാൻ പോരുത്. വിശക്കുന്ന ആളെ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ നല്ലതാണ്. വീണ്ടും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൂന്നാമത് ഭക്ഷണം കൊടുത്താൽ ഒരു ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുകയാക്കി. ഞാനത് മനസ്സിലാക്കി. ഒരു ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിന് മാപ്പ് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല, ഇന്ന ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കരുത്.